ദൈവത്തിന്റെ കുടുംബസ്ഥരാക്കിയില്ലേ? ജോലിയില്ലാതെ ഭാരപ്പെട്ട സമയത്ത് നമുക്ക് ദൈവം പുതിയ മാർഗം ഒരുക്കിയില്ലേ? ഞാൻ പറഞ്ഞു, നമ്മൾ ഉപദേശത്തിന് പുറത്തേക്കുന്നത് തോന്നുന്ന പോലെ മാറ്റി മറിച്ച് തിരിച്ചെടുക്കാൻ അങ്ങനെ പറയരുത്. നമുക്ക് ഭൗതികമായി, ഞാൻ പറയും, നമുക്ക് ഭൗതികം ആവശ്യമാണ്. ഇവിടെ പത്തിലെല്ലാം ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റും, ടിക്കറ്റ് 10 വേണ്ടേ? ടിക്കറ്റ് ചേർത്ത് എനിക്കറിയില്ല, കാരണം ബസ്സിലെ പോകുന്നല്ലോ. ദൈവം എന്ന വാഹനമാണ് ഉപയോഗിക്കുന്നത്. സ്തോത്രം. ദൈവം എന്ന വാഹനം വഹിക്കുന്നത് ഇപ്പൊ ടിക്കറ്റ് എടുക്കുന്നില്ല. സൗകര്യമാക്കി ഇപ്പൊ ടിക്കറ്റ് എടുക്കുന്നുണ്ടല്ലേ? അതൊക്കെ 60 ലക്ഷമുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് ഒരാൾ അടിയുണ്ടായിക്കൊണ്ടിരിക്കുക. ശരിയല്ല, അത് ശരിയാണ്. കാര്യം നമ്മളിവിടെ വേർതിരി കാണിക്കുന്നില്ല. ശരിയാണ്, പുരുഷനാണ്. സ്ത്രീകൾക്കൂടെ സെപ്പറേറ്റ് ബസ് ഉണ്ടോ? അതൊക്കെ. പക്ഷെ ടിക്കറ്റ് ചാർജ് ഈടാക്കും കൂടെ എന്റെ അഭിപ്രായത്തിൽ 2 രൂപ ഈടാക്കും. സ്തോത്രം, സ്തോത്രം. സൗകര്യമായിപ്പോ സൗകര്യമായി കൂടിയിട്ടാണ് കുട്ടികളൊക്കെ അകത്തിരിക്കുക. പൈസ അടിക്കും. കാരണം പൈസ ഉണ്ടല്ലോ. അവരുടെ ദൈവത്തിന്റെ സ്തോത്രം. അതൊന്നും ന്യായമല്ല, അതൊന്നും നീതിയല്ല. പുരുഷന്മാരെയും ദൈവസഭയിൽ പോലും പുരുഷന്മാർക്ക് വ്യത്യാസമുണ്ടോ? എല്ലാവരും ഒരുപോലെയാണ്. ഇതിന്റെ അവിടെ വ്യത്യാസം കാണിക്കുന്നേ പറഞ്ഞതേയുള്ളൂ. അവരുടെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വചനം പറയുകയാണ്. ക്രൈസ്തവോട് എന്താണ് യേശു പറഞ്ഞെന്താണ്? അല്ലെ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഏത് ലഭിക്കുന്ന? തിന്നുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതും പാർക്കുന്നതും പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും. ഈ സത്യവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് ധരാമെന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ പറഞ്ഞ ആദവനെയും ഹവ്വയെയും ദൈവം ശ്രദ്ധിച്ചു. പക്ഷേ അവരൊരിക്കലെങ്കിലും പരാതി കൊണ്ട് കർത്താവെ ഞങ്ങൾ തിന്നാനില്ല, ഞങ്ങൾ കുടിക്കാനില്ല, ഞങ്ങൾ കൊടുക്കാനില്ല, ഞങ്ങൾ പാർക്കാനില്ല, ഞങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞോ? എന്താണ്? 6-ാം ദിവസമാണ് ആദവനെയും ഹവ്വയെയും ദൈവം ശ്രദ്ധിച്ചത്. എന്നാൽ 1-ാം ദിവസം മുതൽ സ്തോത്രം, 5-ാം ദിവസം വരെ ദൈവം സൃഷ്ടിക്കാനുള്ള മനുഷ്യന് വേണ്ടി തിന്നാനുള്ളതും കുടിക്കാനുള്ളതും കൊടുക്കാനുള്ളതും സ്തോത്രം പാർക്കാനുള്ളതും പണിയാനുള്ളതും എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടാണ് ആദവനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും. കൂടുതലുള്ള പക്ഷങ്ങളെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. ദൈവം നേരത്തെ ചെയ്തു. ഞങ്ങൾ ശ്രദ്ധിച്ചല്ലോ, പക്ഷെ ഞങ്ങൾ എത്ര തിരിച്ചെടുത്തോളൂ അതില്ല. കർത്താവ് എല്ലാം നേരത്തെ കരുതിയ നമ്മളെയും ആരാ കരുതി വയ്ക്കുന്നവരാണ്, ഒരുക്കി വയ്ക്കുന്നവരാണ്, എല്ലാം ചെയ്തു വയ്ക്കുന്നവരാണ്. സ്തോത്രം. ആ ദൈവത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തിന് വന്നിരിക്കുന്ന വരാനിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ദൈവം എല്ലാം കരുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൊണ്ട് ആർക്കും ഭാരപ്പെടേണ്ടി വരുന്നു. അതിൽ പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവരാകയാൽ ഞങ്ങളുടെ മാസത്തിൽ എന്നെക്കുറിച്ചൊരു കരുതൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കരുതലില്ല, അമ്മയ്ക്ക് ഒരു കരുതലില്ല, അവർക്കൊരു കരുതൽ, ഇവർക്കൊരു ആരും നമുക്ക് വേണ്ടി കരുതണ്ട. നമുക്ക് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ട്. എല്ലാം കരുതി വെച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞാണ്ടേ ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതിനായി ഞാൻ അങ്ങേ സ്തുതിക്കുകയാണ്. ഒന്നിന് ഒരു കുറവും വരത്തില്ല കേട്ടോ. അതേ ദൈവത്തിന്റെ ഇസ്രായേൽ ജനതയെ അവര് ലഭിക്കപ്പെട്ടവരായിട്ട് കടന്നു വരുമ്പോൾ സ്തോത്രമല്ല എങ്ങനെ ചെങ്കടൽ കടന്നു പോകുന്നവന്ന് അവൻ ഭാരപ്പെടും. മാനുഷികമായി ഭാരപ്പെട്ടെങ്കിലും ദൈവം അവന്റെ അകത്ത് ആ ചെങ്കടലിന്റെ അകത്ത് തന്നെ ഒരു നല്ല റോഡ് പരിഹരിച്ചിട്ടാണ് അവരവിടെ കൊണ്ടുവന്നത്. ചെങ്കടലിൽ അടിത്തട്ടിൽ ചെങ്കൽ പാപ ദൈവം ഒരുക്കി വെച്ചിട്ടാണ് ദൈവം അവിടെ അവരെ കൊണ്ടുവന്നത് തന്നെ. അതുകൊണ്ട് തന്നെ കൂടപ്പെട്ടിരുന്ന വെള്ളത്തോട് അവൻ മോശയോട് പറഞ്ഞു, നീ അവരുടെ ഒരു കാര്യത്തിന്റെ കഴിക്കുന്ന ആ വഴിയത്തെ അവിടെ വിഭാഗിക്ക്, വെള്ളം മാത്രം മാറ്റിയാൽ മതി, നീ തന്നെ വായിക്കണം. മോശ അതിലെ വഴി കടന്നു നേരം നീട്ടപ്പോൾ കർത്താവ് ഒരു ശക്തമായ കാലത്തങ്ങ് കടിപ്പിച്ചു കൊടുത്തു. സ്തോത്രം. നിലമെല്ലാം ഉണങ്ങി വരാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇതുപോലെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഒരു കടൽ ഇവിടെ ഇരിക്കുന്നു, ഇങ്ങനെ ഒരു ഇടുങ്ങിയ വഴി പോയി അല്ല കേട്ടോ, നല്ല അതലിയ 1.5 കിലോമീറ്റർ വീതി വിസ്താരത്തിലാണ് ദൈവം വഴി വിശാലമായിട്ടുള്ള വഴിയാണ് ദൈവം അവർക്ക് അക്കരെ പോകുവാനായിട്ട്, അവർക്ക് ആ ചെങ്കടൽ കടക്കുവാൻ വീതിയായി